ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുമനസിൻ്റെ ജനനം പല വലിയ ആളുകളും പറഞ്ഞിട്ടുണ്ട്. പല ആത്മീയ ശക്തിയുള്ള ആത്മീയ അവതാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അയ്യാസ്വാമി പറഞ്ഞിട്ടുണ്ട്. ചെങ്കോലും പെൺകുടയും ചൂടി വരുകൾ രാജശിശു വരെയും എന്ന്. അവൻ്റെ അയ്യാസ്വാമിയുടെ കാലത്താണ് ചട്ടമ്പിസ്വാമിയും നാരായണഗുരുവും ഒക്കെ. ഞാൻ കേട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു അവർ രണ്ടുപേരും. എനിക്കതിനെപ്പറ്റി അറിയുന്ന നിശ്ചയമില്ല. അപ്പോൾ ഇവരെല്ലാവരും ഓരോരുത്തരും പിന്നെ മറ്റേ അമ്മയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കുളത്തൂരമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു രാജശിശു വരാൻ പോകുന്നു എന്നൊക്കെ. എനിവേ, കമ്മിങ് ടു നാരായണഗുരു ദേവൻ, ഒരു കടപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ, ഒരു പക്ഷെ വർക്കലയാവാനാണ് സാധ്യത, അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കൂടെ ഇരിക്കുന്നവർ പറഞ്ഞത്, ഗുരു, നമ്മുടെ ഈ വിഷമങ്ങൾക്കൊരു അറുതി എപ്പോൾ വരും? അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു എന്നാണ്, ഒരു രാജശിശു ജനിക്കാൻ പോകുന്നു. ആ ശിശു നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കും. അതിന് അധികം താമസിയാണ് ചിത്തിരനാളുടെ ജന്മവും. പിന്നെ അദ്ദേഹം ഒരു പക്ഷേ ഉദ്ദേശിച്ച ക്ഷേത്രപ്രവേശനം തന്നെ ആയിരിക്കണം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു നാരായണഗുരു. അദ്ദേഹം അത് 1936 അമ്മാവൻ രാജാവായിട്ട് ടേക്ക് ചാർജ് ചെയ്യുന്നത്, രാജാവാവുന്നത് 1924. മൂലം മഹാരാജാ തിരുമനസ് നാട് നീങ്ങി പൊന്നമ്മ മഹാരാജാവാകുന്നത്. പക്ഷേ 1994 അദ്ദേഹത്തിന് 11 വയസ്സായിരുന്നു. അപ്പോൾ മൈനറാണ്. അപ്പോൾ ഒരു മൈനോറിറ്റി റീജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ 1924 to 31 ആ കാലഘട്ടം മുഴുവൻ റീജൻസി ആയിരുന്നു. അപ്പോൾ അമ്മാവനൊന്ന് 31 മഹാരാജാവായിട്ട്, അപ്പോഴും മഹാരാജാവായിരുന്നു. പക്ഷേ ഭരണ അധികാരം ഏറ്റെടുക്കുന്ന 1931. 36 ടെമ്പിളറി. അതും കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ ചെയ്യാമെന്നുള്ളൊരു കാര്യമല്ല. വളരെ വലിയൊരു സ്റ്റെപ്പാണ്. ഇന്നത്തെ ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇവർ തന്ത്രിമാരും പൂജാരികളും തുടങ്ങി ആ വിഭാഗം ആളുകൾ വിട്ടുനിന്ന് ഞങ്ങൾ പൂജിക്കില്ല, ഈ അമ്പലം അശുദ്ധമായി, ഞങ്ങൾ പൂജിക്കുകയില്ല എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കുകയാണെങ്കിൽ അമ്പലം അടച്ചേ പറ്റും. പിന്നെ എന്തോന്ന് ക്ഷേത്രപ്രവേശനം? അമ്പലത്തിൽ പൂജിക്കാൻ ആളില്ലെങ്കിൽ, തന്ത്രി ഇല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകും. അപ്പോൾ ചൈതന്യമുള്ള ക്ഷേത്രത്തിന് അത് ഇരട്ടിപ്പാകും. അപ്പോൾ അത് വലിയൊരു സ്റ്റെപ്പായിരുന്നു, വളരെ വലിയൊരു സ്റ്റെപ്പായിരുന്നു. അങ്ങനെ എത്രയോ പേരൊക്കെ സംസാരിച്ച് ഭാഗ്യം കൊണ്ട് തരുന്നതിലും നമ്പൂരിപ്പാടന്മാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാർക്ക് അവർ സമ്മതിച്ചു. പക്ഷെ ചില തന്ത്രിമാർ സമ്മതിച്ചില്ല. ചിലർ തിരുവിതാംകൂറിൽ തന്ത്രം നിർത്തി, വരൂല എന്ന് പറഞ്ഞു തിരുവിതാംകൂറിന്. പിന്നെ വേറെ തന്ത്രിമാരെ കൊണ്ടുവന്ന് തന്ത്രിയെ മാറ്റുന്നതും വലിയ വിഷമമാണ്. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ നടത്തി. അങ്ങനെ എന്തായാലും ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. പക്ഷെ അത് ക്ഷേത്രപ്രവേശനം. പക്ഷെ തിരുമനസ്സുകൊണ്ട് എപ്പോഴും അന്നൊന്നും ഞങ്ങൾ ജനിച്ചിട്ടില്ല. ക്ഷേത്രപ്രവേശനം ഞങ്ങൾ ആരും തന്നെ ജനിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴൊക്കെ അമ്മാവൻ എത്രയോ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ജാതി മനസ്സിൻ്റെ അമ്മാവനില്ല. ഒരു പല സമുദായത്തിൽപ്പെട്ട ആൾ മോശക്കാണെന്നോ, അല്ലെങ്കിൽ ഒരു നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആൾ വലിയ ആളാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഇത് മോശമാവുന്നില്ല. നമ്മളാണ് നമ്മുടെ ശത്രു. പിന്നെ ഉള്ളു ബാക്കിയുള്ളവർ. നമ്മൾ റെഡി ആയിട്ടിരിക്കുക ശത്രു ആവാൻ. പിന്നെ ഉള്ളു ബാക്കിയുള്ളവർ. അപ്പോൾ അങ്ങനെ അന്നും വെടിവെച്ചിരുന്ന വലിയൊരു ഇറ്റ് വാസ് എ വെരി 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 ബിഗ് സ്റ്റെപ്പ്. എന്നിട്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. മഹാത്മാഗാന്ധി ഈ മുറി വന്നു, ഈ കാർപ്പറ്റിൽ ഇരുന്നു. ഇതേ കാർപ്പറ്റാണ്. ഈ കാർപ്പറ്റ്, ഈ മേശ, വട്ടമേശ കിടക്കുന്നില്ലേ, അതിൻ്റെ ആ വിളക്കിൻ്റെ അടിയിലാണ് അദ്ദേഹം ഇരുന്നത്. അന്ന് ആ മേശയില്ല. ആ സ്ഥാനം കാണിക്കാൻ ആ മേശ ഇട്ടിരിക്കുക. ഇപ്പോൾ അന്ന് മേശയില്ലായിരുന്നു. അദ്ദേഹം എവിടെയാണ് ഇരുന്നത്? അദ്ദേഹം പറഞ്ഞല്ലോ, ഡു നോട്ട് കോൾ മീ മഹാത്മാ, കോൾ ഹിം മഹാത്മാ. അമ്മാവനെ മഹാത്മാവെന്ന് വിളിക്കാൻ, എന്നെ മഹാത്മാ. ഹി ഈസ് ദ Ashoka he is the modern Ashoka of India and Travancore the miracle of India. ഈ call him മഹാത്മാ എന്നുള്ള വളരെ ഹൈലി കോട്ടിലാണ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഡു നോട്ട് കോൾ മീ മഹാത്മാ, കോൾ ഹിം മഹാത്മാ എന്ന് അമ്മാവനെ പറ്റി പറഞ്ഞത്. അത് ടെംപ്ലറ്റിൽ വെച്ചുകൊണ്ടാണ്.